ഇസ്ലാം പഠിപ്പിക്കുന്നു. പരിസര ശുദ്ധിയാക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു. പഞ്ചായത്ത് ഓഫീസോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഒന്നും അല്ല ഇപ്പൊ പഠിപ്പിച്ചത്. അവർക്ക് ഇപ്പൊ ഡെങ്കിപ്പനി വന്നതുകൊണ്ടാണല്ലോ എല്ലാവരും പരിസരങ്ങളൊക്കെ വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം, ഇല്ലെങ്കിൽ പെനാൽറ്റിയാണ്, നിങ്ങൾക്ക് പെറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുറന്നിരിക്കുന്ന പാത്രത്തിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഇളനീര് കഴിച്ചിട്ട് പൊണ്ടം കഴിച്ചിട്ട് അതിന്റെ തൊണ്ട് ഇങ്ങനെ മലർത്തി വെക്കാൻ പാടില്ല. വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വന്നിട്ട് കൊതുക് കയറും. അതുകൊണ്ട് അതെല്ലാം കമിഴ്ത്തി വിടണം, പ്ലാസ്റ്റിക് എല്ലാം മാറ്റിക്കളയണം, അവിടെ പരിസരമൊക്കെ വൃത്തിയാക്കണം. ഇതൊക്കെ പഞ്ചായത്തല്ല പഠിപ്പിച്ചത്. ലോകത്തിന്റെ മഹാനായ പുത്രൻ നബിയുനാ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ നളീഫുൻ യുഹിബ്ബുൻ നളാഫ ഫനളിഫു അഫ്നിയതകും. അല്ലാഹു വൃത്തിയുള്ളവനാണ്, അവൻ ശുദ്ധിയുള്ളവനാ, അവൻ വൃത്തിയെ ഇഷ്ടപ്പെടുന്നു, അവൻ ശുചിത്വത്തെ ഇഷ്ടപ്പെടുന്നു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫനളിഫു അഫ്നിയതകും. നിങ്ങളുടെ മുറ്റവും മിറ്റവും പരിസരവും വീടും പരിസരവും നിങ്ങൾ വൃത്തിയാക്കണേ, വൃത്തിയാക്കണേ. ആരാ പഠിപ്പിച്ചത്? നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് വീണ്ടും പറയുകയാണ്, ഇത്തഖുൽ ലആനാൻ. രണ്ട് ശാപത്തിന്റെ സ്ഥലങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ആലോ സഹാബത്ത് ചോദിക്കുകയാണ്, വമൽ ലആനാനി യാ റസൂലല്ലാഹ്, ഏതാണ് ആ ശാപത്തിന്റെ സ്ഥലം നബിയേ, അറിയിച്ചു തരുമോ ഹബീബേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലദീ യതഖല്ല في طريق الناس أو في ظلهم. ജനങ്ങളെ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ മാലിന്യങ്ങൾ കൊണ്ട് തള്ളരുതേ. ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയോരങ്ങളിൽ കാഷ്ടിക്കല്ലേ, മൂത്രിക്കല്ലേ. ജനങ്ങൾ വിശ്രമിക്കുന്ന തണൽ മരത്തിന്റെ ചുവട്ടിലോ വെയിറ്റിംഗ് ഷെഡിലോ കോർപ്പറേഷന്റെ പരിസരത്തോ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തോ ജനങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങളിലോ കാഷ്ടിക്കരുത്, മൂത്രിക്കരുത്. നിങ്ങൾ അവിടെ മാലിന്യമുണ്ടാക്കരുത്. ഈ രണ്ട് സ്ഥലങ്ങൾ നിങ്ങളെ ശപിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഇതാര് പഠിപ്പിച്ച? കോർപ്പറേഷൻകാർ പഠിപ്പിച്ച? കോർപ്പറേഷൻകാർ പഠിപ്പിച്ച? മുനിസിപ്പാലിറ്റിക്കാർ പഠിപ്പിച്ചതാ? കോഴി അറുത്തിട്ട് കോഴിയുടെ അവശിഷ്ടങ്ങള് ഓട്ടോറിക്ഷയിൽ കൊണ്ട് റോഡിന്റെ സൈഡിൽ തള്ളിയിട്ട് പോകുന്നവരെ ബിസ്മി ഹലാൽ ചിക്കൻ, സലാമത്ത് ഹലാൽ ചിക്കൻ, മക്ക ഹലാൽ ചിക്കൻ, മദീന ഹലാൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി തള്ളുന്നവരെ ഫഅലൈഹി ലഅനത്തുല്ലാഹ് വൽ മലായികതി വന്നാസി അജ്മഈൻ. മാലിന്യങ്ങളെ പടർത്തുന്നവർ, മാലിന്യങ്ങൾ വലിച്ചു കോട്ടുന്നവർ, പരിസരങ്ങൾ വൃത്തിയാക്കാത്തവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപമാണ്, മാലാഖമാരുടെ ശാപമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് പഠിപ്പിച്ച? ഇന്ന് രോഗം പടരാനുള്ള കാരണം മാലിന്യം, മാലിന്യം, മാലിന്യം. അതുകൊണ്ട് നബി തങ്ങൾ അന്നേ പറഞ്ഞു നമ്മൾ വൃത്തിയാക്കണം, പരിസരമൊക്കെ വൃത്തിയാക്കണം, പരിസരമൊക്കെ വൃത്തിയാക്കണം. ജനങ്ങള് വിശ്രമിക്കുന്ന നടക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പാത്താൻ നിൽക്കരുത്, മൂത്രമൊഴിക്കാൻ നിൽക്കരുത്, കാഷ്ടിക്കാൻ നിൽക്കരുത്, കാർക്കിച്ച് തുപ്പരുത്. റോഡിൽ ആരെങ്കിലും കാർക്കിച്ച്, റമദാൻ മാസമല്ലേ, ഇഷ്ടം പോലെ കൊട്ടക്കണത്തിൽ കിട്ടും. എവിടെയെങ്കിലും ഒക്കെ ബസ് ഇരുന്നുണ്ടോ എന്ന് പറഞ്ഞ് താഴോട്ട് ആരുടെയെങ്കിലും മണ്ണിലോട്ട് തലയോട്ട് വീട് കഴിഞ്ഞാൽ അവൻ കുളിക്കാൻ അത് മതി. മനുഷ്യന്മാർ ഇതെല്ലാം ഇങ്ങനെ പിടിച്ചു വെച്ച് ഈ നമ്മുടെ ശരീരത്തിന് ഒരു ആരോഗ്യത്തിനാണെങ്കിൽ ഈ ഉമിനീര്, തുപ്പല്, അതെല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചു വെച്ച് നമ്മൾ എന്തിനപ്പായി തുപ്പാൻ പെടുന്നത്? അതിങ്ങനെ വിഴുങ്ങാൻ അല്ലാഹു നമുക്ക് തന്നെ. ഇനിയിപ്പോ എല്ലാം കൂടെ ഒരു 1/2 ലിറ്റർ ആക്കിയിട്ട് ഒറ്റ വിഴുങ്ങ അങ്ങനെയല്ല ഇതിന്റെ അർത്ഥം. നമുക്ക് കിട്ടുന്നത് ഊർന്ന് വരുന്നത് നമ്മൾ അങ്ങോട്ട് വിഴുങ്ങലല്ല. അത് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യത്തിന് നമ്മൾ തന്നിരിക്കാം. അത് മൊത്തം ഇങ്ങനെ തുപ്പി കളഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ ഇടങ്ങാറാക്കാൻ. മറ്റുള്ളവർ പറയില്ലേ, നോമ്പും വന്ന് ഇനി പരിസരമൊക്കെ വൃത്തികേടായി ആകെ അടങ്ങാറ്. പള്ളിയിൽ കിടക്കുന്ന ചെരുപ്പ് പള്ളിക്കകത്ത് ഇങ്ങനെ തുപ്പുക, നല്ല റാഹത്തായിട്ടിട്ട് പോയ ചെരുപ്പ്. അവസാനം ഇയാൾ വന്ന് ചെരുപ്പിടുമ്പോ മാർബിളി തെന്നിയതിൽ എപ്പോഴും പറഞ്ഞ് തെന്നിയാണ്. കാരണം എന്താ? നല്ല സാധനം അതിനകത്ത് കിടക്കാൻ പ്രശ്നം. മനുഷ്യന്മാർ എന്തിനപ്പ ഇങ്ങനെ തുപ്പുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ആരെങ്കിലും തുപ്പിയാലോ മൂക്ക് ചീറ്റിയാലോ അത് മണ്ണിട്ട് മൂടി സൈഡിൽ മാറ്റണം. അതിലൂടെ ആളുകൾ നടന്നു പോയാൽ അതിലൂടെ ആ ആളുകൾ
ഉണ്ടായത് അവനടായി ചെയ്തത്. അള്ളാന്റെ ശാപം നമുക്ക് കിട്ടും. പഠിച്ചാൽ കാത്തിരക്ഷിക്കട്ടെ. സൂക്ഷിക്കണം സൂക്ഷിക്കണം സൂക്ഷിക്കണം. പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചറിയ എത്ര നല്ല മഹത്തായ വഴി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അലി റളിയല്ലാഹു തആലാന്റെ വാക്ക് അങ്ങോട്ട് പോയാ അത് ശുചിത്വം നമ്മുടെ ഇസ്ലാമുമായി വിഷയവുമായി ബന്ധപ്പെട്ടതന്നെ. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതന്നെ. ഈ രോഗത്തിന് പരിഹാരം എന്താണ്? വൃത്തിയാണ്. വൃത്തിയാണ്. ഈ വൃത്തി എന്ന് പറയുമ്പോൾ